ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങളായിട്ടാണ്. നമുക്കറിയാം ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ പോലും ആർക്കും വീട്ടിൽ വെറുതെ ഇരിക്കാനൊരു സമയമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ ഉള്ള കുറച്ച് അല്ലറ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മടിയം മല ചുമക്കുമെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇക്കാടെ അവസ്ഥ. കാരണം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നാളെ ആവട്ടെ നാളെ ആവട്ടെ നാളെ ആവട്ടെ പറയും. ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള പോക്കാണ് ഇപ്പോൾ ഇത് പ്രവേശനോത്സവത്തിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയത് കേട്ടോ. അപ്പോൾ കുട്ടികളിനെയൊക്കെ സ്കൂൾ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ. കണ്ടോ മലകൾ, മല ഒരുപാട് മല ഉണ്ട് ഈ ഭാഗത്ത്. മഞ്ഞൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും, കോടമഞ്ഞൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കണമൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ റോഡൊക്കെ വീഡിയോ എടുക്കുന്നത്. മലനെ കാണിക്കാനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഈ മലയൊക്കെ എങ്ങോട്ട് പോകുന്നതെന്ന് തമ്പുരാൻക്കറിയാം. കണ്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ബാങ്കിലോട്ടാണ്. കണ്ടോ, ഞാൻ മലനെ സൂം ചെയ്ത് കാണിക്കുകയാണ്, അല്ലാതെ കാണിക്കുമ്പോൾ അത് പെടുന്നില്ല. ബാങ്കിലോട്ടാണ് കേട്ടോ പോയത്, അല്ലാതെ തിയേറ്ററിലോട്ടല്ല. തിയേറ്റർ ഉണ്ട് ഇവിടെ, കണ്ടോ, നമ്മുടെ ടെർബോ സിനിമ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊന്നും കാണാനായിട്ട് കയറിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ബാങ്കിലോട്ടാണ് പോയത്. പിന്നെ ബാങ്കിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയവൻ. അതാണ് ഞാനിപ്പം ആ ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല. കയറുന്നത് മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. കാരണം ബാങ്കിൻ്റെ ഉള്ളിൽ എന്തിനു പോയി ഏതിന് പോയി എന്നൊന്നും നിങ്ങൾ അറിയണ്ട. പിന്നെ തിരിച്ചു വന്നപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. കുടയാണെങ്കിൽ എടുത്തിട്ടുമില്ല. ഒന്ന് രണ്ട് കൊടുത്ത് ഇറങ്ങാനുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നേരെ വീട്ടിൽ പോയാൽ മതി. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയതെന്ന് പറയുന്നത് ഇവിടെ കുക്കർ നേരാക്കണ ഒരു കടയുണ്ട്. കുറേ ദിവസമായി ഒരു കുക്കർ കേട് വന്ന സമയത്ത് പറയാൻ തുടങ്ങിയതാണ്, പോയി നന്നാക്കിയിട്ട് നന്നാക്കിയിട്ട് വാ. അവസാനം ഇപ്പം 3 കുക്കറും കേട് വന്നിട്ടുണ്ട്. അത് കാരണം കട വലിയ ബാഗിൻ്റെ ഉള്ളിലിട്ടിട്ടൊക്കെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇക്ക പോകുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു. കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് അവിടെയൊന്നും ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. മഴ ആയത് കാരണം ഞാൻ ഇറങ്ങാഞ്ഞത്. വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് കൂടെ കൂടിയിട്ട് എവിടെയും എനിക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എങ്കിൽ പോലും കുറച്ച് ഇമ്മിണി വിശേഷങ്ങളുള്ളത് കൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ അവിടെ ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങാതെ ഇക്ക പോയി നന്നാക്കിയിട്ട് വന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? പിന്നെ അതിന് ശേഷം പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അപ്പം ഇക്കക്ക് കുറേ ദിവസമായി കാലിലൊരു മുറി പറഞ്ഞാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു പാട പോലെ ഉണ്ടായതാണ് കാലിൽ. അത് പിന്നെ ചൊറിഞ്ഞ് മാന്തി അതങ്ങനെ മുറിയായി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അത് പഴുക്കുന്നത്. അത് പഴുക്കുമ്പോൾ പനിയും ഉണ്ടാവും. അപ്പം ഇതിനിടക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ ചെയ്താണ് മുറി. അന്നേരമൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇതിപ്പം അതൊക്കെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ, അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് വെറും ഡ്രസ്സിങ്ങിനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഡ്രസ്സ് ഒരുപാട് പ്രാവശ്യം ഡ്രസ്സ് ചെയ്യണം, എന്നാലാണ് മുറി കരിഞ്ഞു പോകുള്ളൂ എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം മുറി പഴുത്ത സമയത്തേക്കും 1-2 പ്രാവശ്യം ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ ഇക്ക ജോലിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഭയങ്കര നടക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് വലിച്ചൂരി കളഞ്ഞിട്ടാണ് പിന്നെ ഇക്ക ജോലിക്കൊക്കെ പോയത്. അപ്പോൾ എന്നിട്ടും മാറുന്നില്ല എന്ന് കണ്ടിട്ടാണ് വീണ്ടും ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും അത് കരിഞ്ഞിട്ടേ ഈ ഡ്രസ്സിങ് നിർത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇക്കാടെ കാര്യമാണ്, തമ്പുരാനറിയാം. അപ്പം ഇക്കാക്ക് ഫുഡ് കഴിക്കാതെ വന്നിട്ട് തല ഇറങ്ങുന്നുണ്ട്. ഞാൻ അപ്പോഴും പറഞ്ഞാണ് ഫുഡ് കഴിച്ചിട്ട് പോകാം. അതൊന്നും അനുസരണ എന്ന് പറയുന്ന സ്വഭാവം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലാത്തത് കൊണ്ട് ഒരാളിനെ ഒറ്റയ്ക്ക് കുറ്റം പറയുന്നില്ല. അപ്പോൾ ഇക്ക ഭക്ഷണം കഴിച്ചില്ല എന്ന് മാത്രമല്ല, ഞാനും കഴിച്ചില്ല. പക്ഷെ എനിക്ക് പനിയൊന്നും ഇല്ലാത്തത് കാരണം വലിയ തലകറക്കമൊന്നുമില്ല. കണ്ടോ മുറിവ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഡ്രസ്സ് ചെയ്യുക പറഞ്ഞാൽ അങ്ങനെ അടിയിൽ കൂടെയൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇക്കാക്ക് ബുദ്ധിമുട്ടായത്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മറ്റേ ബാൻഡേജ് കൊണ്ട് മുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം പിടിച്ചിരിക്കണുണ്ടല്ലേ, വേദന കാരണം അങ്ങനെ നമ്മൾ വേദന കടിച്ചു പിടിക്കുമെന്ന് പറയില്ലേ, ഇത് കടിച്ചല്ല, ഇത് നുള്ളി പിടിക്കുകയാണ്. അപ്പം എൻ്റെ അവിടെ മുറിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കാണൂല എന്ന്, പക്ഷേ കണ്ടോ പിടിക്കണ കോലം.
നഖം വെച്ചിട്ട് അങ്ങോട്ട് നുള്ളാണ്. നീയും കൂടെ വേദന അനുഭവിക്കണം എന്ന് മൂപ്പര് പറയുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന വേദനയാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം അതിൻ്റെ പകുതി നീ അനുഭവിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ പകുതിയല്ല കേട്ടോ, അത് ഫുള്ളും തന്നിട്ടുണ്ട്. ഞാൻ അനുഭവിച്ച വേദന ചിലപ്പോൾ ഇക്ക അനുഭവിച്ചിട്ടുണ്ടായില്ല. ബില്ലിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രങ്ങാനും നേരമാണ് ബില്ല് കിട്ടാൻ. വീഡിയോ എടുക്കണത് ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ക്യാമറ താഴ്ത്തി വെച്ചിട്ടുള്ളത്. എനിക്ക് വീഡിയോ എടുക്കും വേണം, എന്നാരും നോക്കാനും പാടില്ല. എന്താ ഇപ്പം ചെയ്യല്ലേ, രണ്ടും കൂടി നടക്കില്ല. അപ്പോൾ എന്താണ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, കാത്തിരുന്നിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം പോയത് ഞങ്ങൾ അവിടെയുള്ളൊരു കടയിലോട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇക്ക ഭക്ഷണം കഴിക്കാതെ വന്നിട്ട് ഇക്കാക്ക് നന്നായിട്ട് തല കറങ്ങുന്നുണ്ട്. അപ്പോൾ തല കറങ്ങിയപ്പോൾ ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഓർഡർ ചെയ്തത് കുറച്ച് ഹെവി ആയിപ്പോയി. ഹെവി ആയതല്ല, അത് ഇവിടെ അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. എന്താണ് അതിൻ്റെ ഇടയിലൊരു ബ്ലറും. ഞാനൊന്ന് പട്ടി ഷോ കാണിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പം അവിടെ ബ്ലറും ആവും. അപ്പം ഒന്ന് ലോക്ക് ചെയ്തതാണ് സ്ക്രീനിനെ. അങ്ങനെ കൈയൊക്കെ കഴുകണം. കൈ കഴുകലല്ല ഉദ്ദേശം, മിറർ കണ്ടാൽ അപ്പോൾ എന്നിലെ പട്ടി ഷോ പുറത്ത് വരും. അപ്പോൾ അങ്ങനെയൊക്കെ അവിടെ കുറച്ച് പട്ടി ഷോ. എന്തായാലും കൈ കഴുകിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ, ഓർഡറൊക്കെ ഒക്കെ കൊടുത്തോളും. അപ്പോൾ അവിടെ പോയി ഇരുന്ന് വെയിറ്റ് ചെയ്യുന്നതിലേറെ നല്ലത് കുറച്ച് പട്ടി ഷോ കാട്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് ഞാനങ്ങനെ പട്ടി ഷോക്കൊക്കെ കാണിച്ചപ്പോഴത്തേനും ഇക്ക ഓർഡർ ചെയ്ത് സംഭവത്തി. എന്താണെന്ന് വെച്ചാൽ ബർഗർ ഓർഡർ ചെയ്തതാണ്, ചിക്കൻ ബർഗർ ഓർഡർ ചെയ്തതാണ്. ഇക്കാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി ഉണ്ടാകുമ്പോൾ എന്തോ വാഗ കഴിച്ചിട്ടായിരിക്കും, നമുക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പനിയാണെങ്കിൽ ഇറച്ചി വേണം, ബിരിയാണിയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. പനി ഉണ്ടാകുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ഭയങ്കര ഹെവി ആയിപ്പോയി. ഒരെണ്ണം ഫുള്ള് കഴിക്കാനൊന്നും സാധിച്ചില്ല. അങ്ങ് കുത്തി തിരികെയൊക്കെയാണ്. വയറ് നിറഞ്ഞിട്ടും വേസ്റ്റ് ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എന്താണ് കഴിച്ചിരിക്കുകയാണ് കേട്ടോ. ബർഗറിൻ്റെ കൂടെ ചായ കേട്ടോ ഓർഡർ ചെയ്തത്. കാരണം ജ്യൂസൊന്നും കുടിക്കാനൊന്നും വയ്യ. ഇപ്പോൾ ഈ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ജ്യൂസൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ചായ തന്നെ. ചായ കുടിക്കുമ്പോഴത്തെ ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. കാരണം ഇങ്ങനെ പനിയൊക്കെ ഉണ്ടാകുമ്പം ചൂട് ചായ കുടിക്കണതിൻ്റെ രസം. എനിക്കാണെങ്കിലും ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക ഭയങ്കര കോമഡി പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ബർഗറിനെ പറ്റിയിട്ട്, ഈ ബർഗർ ഇങ്ങനെയൊന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇക്ക ഭയങ്കര കോമഡി പറയാണ്. ഇക്ക വല്ലപ്പോഴേ കോമഡി പറയുള്ളൂ. പക്ഷേ പറയുന്ന ഒരെണ്ണം എന്താണ് ഒരു കൊല്ലം നമുക്ക് ചിരിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. മതിയല്ലോ, എപ്പോഴും ചളി പറയുന്നതിനേക്കാട്ടിലും നല്ലതല്ലേ എന്നെപ്പോലെ. അപ്പോൾ അങ്ങനെ ബർഗറൊക്കെ കഴിച്ച് അങ്ങനെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് കുട്ടികൾക്ക് കുറച്ച് മുട്ടായി മാത്രമേ വാങ്ങിയുള്ളൂ. അവർക്കും വയ്യ. മൂത്ത പെണ്ണിനാണെങ്കിലും കഫക്കെട്ടും പനിയൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് പിന്നെ സാവകാശം വാങ്ങി കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. ഇത് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുട്ടികളുടെ സ്കൂളിലോട്ടാണ്. ഫസ്റ്റത്തെ ദിവസം അവരിനെ കൊണ്ടാക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അവർക്ക്. ഫസ്റ്റത്തെ ദിവസമല്ലേ, കൊണ്ടാക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഇങ്ങനെ ചിണുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കരയല്ല, ഒന്നിങ്ങനെ വാശി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഇങ്ങനെയൊക്കെ പോകാനുള്ളത് കാരണം അതിന് നിന്നില്ല കേട്ടോ. അവരിനെ ബസ്സിൽ വിട്ടിട്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക ഭക്ഷണം കഴിച്ച് പോകാനുള്ളൊരിതില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവരിനെ ആക്കിയിട്ട് പോവുകയെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരിനെ കൊണ്ടുവരാൻ പോവുകയാണ് ഞങ്ങൾ കേട്ടോ. അപ്പം ഇത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതാണ് ഞാൻ അതിനെ വീഡിയോ എടുത്തത് സൂമൊക്കെ ചെയ്തിട്ട്. അവർ ഇങ്ങനെ കുറേ ബക്കറ്റും കുറേ തുണികളും വെള്ളക്കുപ്പിയും ഒക്കെ കൊണ്ട് എങ്ങോട്ട് പോകുന്നതാണെന്ന് തമ്പുരാനറിയാം. സംഭവം മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ പിന്നെ ബാക്കിലിരിക്കുന്നത് ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ട് ഇതാക്കാതെ നേരെ സ്കൂളിലോട്ട് വിട്ടു. അപ്പോൾ സ്കൂളിൽ വിട്ട് അവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ബസ് കയറാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പറഞ്ഞതായിരുന്നു കേട്ടോ അവരുടെ അടുത്ത് ഞങ്ങൾ കൊണ്ടുവരാനേ വരണ്ടേന്ന്. അപ്പോൾ നോക്കി നിൽക്കുമായിരുന്നു അവർ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പക്ഷെ അവൾക്ക് ഉണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവളുടെ കൂട്ടുകാരത്തിനെ അവൾക്ക് അവളുടെ ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല.
അവളുടെ ഡിവിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ക്ലാസ്സിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ക്ലാസ്സിലേക്ക് ആവണം, ഉമ്മ ടീച്ചറിനോട് പറ, മാഷിനോട് പറ എന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ച് കൊണ്ടുപോകുന്ന പോക്കാണ്. വാപ്പാൻ്റെയും മാഷിൻ്റെയും കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ഇടക്കിടക്ക് പണി തരും, ലൈറ്റ് കമ്മിയുണ്ട്. അപ്പം എന്താ അവളെ നിപ്പ്. അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അവളെ ക്ലാസ്സിലോട്ട് മാറ്റുകയാണ്, അവളുടെ കൂട്ടുകാരത്തിയുടെ ക്ലാസ്സിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞ് അത് മാഷ് സമ്മതിച്ചു. ഹെഡ് മാഷാണ് ഈ നിൽക്കുന്നത്, അപ്പുറത്ത് ടീച്ചറും. അപ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷമാണ് അവൾക്ക്. അവൾക്ക് ക്ലാസ് ഏതായാലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് മീഡിയം ആയാലും കുഴപ്പമില്ല, മലയാളം മീഡിയം ആയാലും കുഴപ്പമില്ല, അവൾക്ക് അവളുടെ കൂട്ടുകാരത്തി അവളുടെ ക്ലാസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ചോദിക്കുകയാണ് ഏത് ക്ലാസ്സിലാണ് കൂട്ടുകാരത്തി ഉള്ളതെന്നൊക്കെ ചോദിക്കുകയാണ് ടീച്ചർ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ബിയിലാണ്, ഹാദിയാണ് കൂട്ടുകാരത്തി. അവളുടെ സന്തോഷം, ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. ഇത്രയും വലിയ സന്തോഷം പെരുന്നാൾ വന്നാൽ പോലും ഇത്ര സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഉള്ളത്. കുറച്ച് വളവത്തിയാണ്, അത് കാരണം ഫ്രണ്ട്സൊന്നും ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ ക്ലാസ് ഡിവിഷൻ മാറിയപ്പോൾ പോകുകയും ചെയ്തു. അതാണ് അവളുടെ സങ്കടം. എന്തൊക്കെ പഠിച്ചു? റബ്ബർ ബാൻഡ് വായലിടല അടി കിട്ടും. പറ, എന്താണ് മിൻതാത്താന്റെ ഒപ്പം തിന്നാ പോരെ? പറ. ഇനി താത്ത തിന്നുമ്പോ എന്താണ്? പറ, എന്തൊക്കെ പഠിച്ചു? പറ, എന്തൊക്കെ പഠിപ്പിച്ചു? നമ്പരും പേജൊക്കെ പറഞ്ഞോ? അതെ, വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നന്നായി പഠിക്കില്ലേ ഉമ്മാന്റെ കുട്ടി? ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ഇല്ല, ഓൾക്ക് ബീലായാ മതി. ബീലായാ മതി. അല്ലല്ല, ബീല. നീ അതൊന്ന് സനുവ ഇങ്ങോട്ട് പോയോ? ഇമ്മാന്റെ കുട്ടിനെ ഒന്നും പഠിപ്പിച്ചില്ല. എന്താ ഈ ടീച്ചർമാരൊക്കെ ഒരു ദിവസം വെറുതെ പോയില്ല. ഇപ്പം എന്തവരൊക്കെ ഇങ്ങനല്ലേ? ഉച്ചക്ക് പറഞ്ഞിട്ട് ബസ് എടുക്കാൻ നേരത്തെ ഞങ്ങൾ എത്ര നേരമായി ഓരോ വണ്ടി പോകുമ്പോഴും അതിലിപ്പുണ്ട്. എന്താണ് സനുവാ അനക്കാന്റെ സംഗീത ടീച്ചർ പോയില്ല, സങ്കടണ്ടടാ. അങ്ങനെ അവരിനെ സ്കൂളിൽ നിന്ന് എടുത്ത് ഇനി ഞങ്ങൾ പോകുന്നത് നേരെ ഹൈസ്കൂളിലോട്ടാണ് കേട്ടോ. അവിടെ എൻ്റെ ഒരു മോളുണ്ട്. അപ്പോൾ അവളിനെയും കൂടെ ഒന്ന് പോയി എടുത്തിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങോട്ട് പോകാനുണ്ട്, എൻ്റെ വീട്ടിൽ പോകാനുണ്ട്. കാരണം എൻ്റെ അനിയൻ ഗൾഫ് പോവുകയാണ്. അപ്പോൾ അവൻ ഗൾഫ് പോകുന്നത് കാരണം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ അവളിനെ എടുത്തിട്ട് കുറച്ച് റെഡി ആവാനുണ്ട് വീട്ടിൽ. അപ്പോൾ അവളിനെയും കൂടി എന്തായാലും സ്കൂൾ 2 മണിക്ക് വിടും. ഇപ്പോൾ സമയം നേരം 1:45 1:50 ആയിട്ടുണ്ട്. കണ്ടോ, ഇവരൊക്കെ പോകാനായിട്ട് ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ഞാൻ ചെന്ന സമയത്തേക്ക്. അവളുടെ ക്ലാസ് മുകളിലാണ്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ മിൻഹ ഫാത്തിമ അവളിനെ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ സമയത്തേക്കും ഏതോ ഒരു ടീച്ചർ മുകളിൽ പോയി പറയുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മാ അവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കല്ലേ എന്ന് വിചാരിച്ച്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 4 സൈഡും മലകളാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സമയത്തേക്കും ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മലകളിനെ ഇവിടുന്ന് ശരിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇക്കങ്ങനെ പറയും, ഈ മല ഉള്ളത് കാരണം എത്ര പ്രളയം വന്നാലും ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല, എന്ത് കാറ്റ് വീശിയാലും ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. താമസിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ ഇവിടെ. കാരണം ഇപ്പം പ്രളയം വന്നപ്പോഴൊന്നും ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മാത്രമാവില്ല, ഒരുപാട് സ്ഥലത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നല്ല സ്ഥലമാണ്, താമസിക്കാൻ ഭയങ്കര അടിപൊളിയാണ്. ഏത് മഴയാണെങ്കിലും ഏത് വെയിലാണെങ്കിലും നല്ല അടിപൊളിയാണ് ഇവിടെ താമസിക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോവുകയാണ്. 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 6 മണി ആയിട്ടുണ്ട്. കാരണം വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത്. ഇക്കാക്ക് എന്തൊക്കെയോ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ എനിക്കും കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോയ സമയത്തേക്ക്. അപ്പം ഇനി എൻ്റെ ആങ്ങളക്കുട്ടി പോകുന്നതിൻ്റെ വ്ളോഗ്
അധികം വഴുകാതെ വരും കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കാനും വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും. വീഡിയോ എത്ര വ്യൂസ് വന്നാലും ലൈക്ക് തരുന്നില്ല കേട്ടോ. സബ്സ്ക്രൈബ് വരുന്നുണ്ട് പക്ഷേ ലൈക്ക് വരുന്നില്ല. ഈ സബ്സ്ക്രൈബ് വരുന്നതിനനുസരിച്ച് ലൈക്ക് വരികയാണെങ്കിൽ പോലും അത്യാവശ്യം ലൈക്ക് ഉണ്ടാവും. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പോലും ലൈക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പം പറയാൻ കിട്ടായിട്ടൊന്നല്ല കേട്ടോ, ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്. ഓൾറെഡി എൻ്റെ സംസാരം കുറച്ച് എന്താ പറയുക വശപ്പശകാണ്. അതിൻ്റെ കൂട്ടത്തിൽ മനഃപൂർവ്വം ഞാൻ തെറ്റിച്ച് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ മനഃപൂർവ്വം തെറ്റിച്ച് പറയുകയാണോ അതോ എനിക്ക് തെറ്റിപ്പോയതാണോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ കുട്ടികളാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എന്താണ് പോകുമ്പോഴത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ബാങ്കിൽ പോയപ്പോഴും ഉണ്ടായ കാഴ്ചകളൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്കെന്തോ എൻ്റെ വീടിൻ്റെ പരിസരവും എൻ്റെ നാടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുത്താലും എനിക്ക് കൊതി തീരില്ല. രണ്ട് സൈഡും മരങ്ങളും പുല്ലുകളും നടുവിലാണെങ്കിലും നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ മലയാകുമ്പോൾ നടുവിൽ കാണുമല്ലോ. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മേഘങ്ങളും ആകാശവും, ആഹാ എന്താ രസം. അപ്പം ടൂറൊന്നും വരാമെന്ന് കരുതൊന്നും വേണ്ട, അത്ര വലിയ രസമൊന്നുമില്ല. അപ്പോൾ എന്നാലും ഞാൻ ചുമ്മാ വീഡിയോക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ അങ്ങനെ ആശുപത്രിയിലോട്ടാണ് വീണ്ടും പോകുന്നത്. അപ്പോൾ എൻ്റെ മോൾക്ക് ചെറിയൊരു പനിയുണ്ട് കേട്ടോ. ചെറിയ പനിയല്ല, അവൾക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും പുറത്തോട്ട് അങ്ങനെ കാണൂല. പുറത്തോട്ട് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര അധികമായിരിക്കണം കേട്ടോ, എന്നാലേ പുറത്തോട്ട് കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെറിയ പനിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് ഇക്കാടെ കൂടെ കൊണ്ടുപോയില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാമെന്ന്, പക്ഷെ അവൾ പറഞ്ഞു വേണ്ടമ്മ എന്ന് പറഞ്ഞ സമയത്ത് എന്നാൽ ശരി പ്രവേശനോത്സവമല്ലേ അത് മുടങ്ങണ്ടെന്ന് വിചാരിച്ച് അവളെ വിട്ടു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് പനി കണ്ടു. അപ്പം ഗവൺമെൻറ് ആശുപത്രി ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അത് അടച്ചിട്ടുണ്ട്. അപ്പം നാളെ വരാമെന്ന് വിചാരിച്ചു. അവൾക്ക് പുറത്തോട്ടൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല, ചെറിയൊരു ചൂടേ കാണുന്നുള്ളൂ. അപ്പോൾ എന്നാൽ ഇങ്ങനെ പാരസെറ്റമോൾ കൊടുത്തിട്ട് നമുക്ക് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ തന്നെ പോവുകയാണ് ഞങ്ങൾ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കുട്ടിക്കിത്തിരി കുഴപ്പമുണ്ട് കേട്ടോ. കഫക്കെട്ട് നന്നായിട്ട് അധികമായിട്ടുണ്ട്. എന്താണ് പനിയല്ല കൂടുതലായിട്ടും കഫക്കെട്ടാണ് കൂടുതലായിട്ട്. അപ്പോൾ അവൾക്ക് ന്യൂമോണിയയുടെ വക്കത്തെത്തിയിട്ടുണ്ട്. നോർമലിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉമ്മ നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എൻ്റെ വീട്ടിലാണ്, ഉമ്മയുടെ ചട്ടി ഞാൻ കൊണ്ടുപോയി, എനിക്ക് ചട്ടിയില്ല. അപ്പോൾ ഉമ്മ എന്താ പറയുക നെയ്യപ്പം ഉണ്ടാക്കി. ഉണ്ണിയപ്പമാണ് ഉമ്മ മെയിനായിട്ട് ഉണ്ടാക്കാറ്, പക്ഷേ ഇപ്പം അമ്മ നെയ്യപ്പം ഉണ്ടാക്കി ചട്ടി ഇല്ലാത്തത് കാരണം. അങ്ങനെ നെയ്യപ്പമൊക്കെ കുടിച്ച് ഞങ്ങൾ എന്താ പറയുക, ഞാനൊരു നെയ്യപ്പം എടുത്തപ്പോൾ അതിൽ നിന്ന് 4 കടി പോയി. പിന്നെ എനിക്കതിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ എടുക്കാൻ ഞാൻ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ബാക്ക് ക്യാമറയിലോട്ട്, അത് നിൽക്കുകയും കടിച്ച്. ഉള്ള കാര്യം പറയണ്ടല്ലോ, ഇതുണ്ടോ 1.5 വയസ്സായ കുട്ടികളെ മാതിരിയാണ് എൻ്റെ അക്കാൻ്റെ സ്വഭാവം. ചില സമയത്തുള്ളൂ കേട്ടോ, ചില സമയത്ത് ഭയങ്കര ചൂടനാണ്. ചൂടനെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ചൂട് പൊള്ളും. അപ്പം ഇതാണ് ഗൾഫിക്ക് പോകുന്ന എൻ്റെ അനിയൻകുട്ടി. എന്താ പറയുക, അവൻ റോട്ടിലായിരുന്നു, ഞാൻ അവനെ വിളിച്ചിരുത്തിയാണ് കേട്ടോ. അവൻ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ വീഡിയോ എടുത്ത അപ്പം കോപ്രായത്തരം കാട്ടും. ഞാൻ പറഞ്ഞു ഞാനിതിടും, എന്ത് കാട്ടിയാലും വേണ്ടില്ല നീ ഇട്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് ചിരി വരുന്നുണ്ട്. 1.5 വയസ്സായ കുട്ടികൾ പോലും ഇങ്ങനെ കൊഞ്ചൂല കേട്ടോ. എന്നാൽ ദേഷ്യം വന്നാൽ പുലിയും ദേഷ്യം ഇല്ലെങ്കിൽ എലിയും. ഇതാണ് എൻ്റെ കെട്ടിയവൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ വലിയ ആങ്ങള കേട്ടോ, അവനക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല. എടാ ഞാൻ വീഡിയോ ഒഴിവാക്കി. അപ്പോൾ അവൻ കൈ മറച്ച് വെച്ചിട്ട് അവൻ നോക്കുക. താല്പര്യമില്ലാത്തവരനെ അങ്ങനെ പെടുത്തേണ്ട വിചാരിച്ച് ഞാൻ കുറേ കൊണ്ട് ഒഴിവാക്കി. പിന്നെ ഇതാണ് എൻ്റെ പൂച്ചക്കുട്ടി. എൻ്റെ പൂച്ചക്കുട്ടിയല്ല, ഇവിടുത്തെ പൂച്ചക്കുട്ടി. ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ ഫേവറേറ്റിനെ കാണാനില്ല. ഒരു കറുത്ത കളറിൽ മിട്ടു എന്നാണ് പേര്. പക്ഷേ ഇതിപ്പോൾ നെയ്യപ്പം തിന്നാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ നെയ്യപ്പം ഇട്ട് കൊടുക്കുക. കണ്ടോ, തേങ്ങൻ്റെ ഭാഗം ഞാൻ കൊടുക്കൂല. തേങ്ങ ഞാൻ ആർക്കും കൊടുക്കില്ല. എനിക്ക് തേങ്ങ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കറിയിലോട്ടാണെങ്കിലും എനിക്ക് തേങ്ങ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എനിക്ക് 1-2 സംഭവങ്ങളിൽ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് ഉണ്ണിയപ്പത്തിലും നെയ്യപ്പത്തിലും പിന്നെ മറ്റേ ബീഫിലും. ഈ 3 സംഭവങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കൊത്തിയിടുന്നത്. പിന്നെ പായസത്തിലൊക്കെ ഇഷ്ടമാണ്. ചില കാര്യങ്ങളിൽ ഇഷ്ടമില്ല താനും.
അപ്പോൾ ഇത് ഞാൻ കൊടുക്കൂല, ഞാൻ ആ ഭാഗം കടിച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.